അംഗൻവാടി കുട്ടികളുടെ ഭക്ഷണത്തിൽ അധികം ഉപ്പും പഞ്ചസാരയും എണ്ണയും പാടില്ലെന്ന് വനിതാ ശിശു വികസന വകുപ്പിന്റെ നിർദ്ദേശം. മെനു പരിഷ്കരിച്ചതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഓരോ ഭക്ഷണവും ഉണ്ടാക്കാൻ പാചകക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകും. ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മധുരം ആവശ്യമെങ്കിൽ ശർക്കര ഉപയോഗിക്കണം. അതും 5 മുതൽ 10 വരെ ശതമാനം മാത്രം. പുതിയ മെനു അനുസരിച്ച് കുട്ടികൾക്ക് മുട്ട നൽകുന്നത് വിഭവങ്ങളിലൂടെയാകും. ആഴ്ചയിൽ 3 ദിവസം പാലും പുഴുങ്ങിയ മുട്ടയും നൽകുന്നുണ്ട്. പകരം മുട്ട ബിരിയാണി, മുട്ട പുലാവ്, ഓംലെറ്റ് എന്നിങ്ങനെ വേണം. കൂടാതെ ന്യൂട്രി ലഡു, ഫ്രൂട്ട് കപ്പ് തുടങ്ങിയ 7 വിഭവങ്ങളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവളത്ത് ഈ മാസം 5 മുതൽ 7 വരെ സംസ്ഥാനതല പരിശീലനമാണ് ആദ്യം നടക്കുക. പരിശീലനം നേടുന്നവർ അതാതു ജില്ലകളിൽ പഠിപ്പിക്കും. അംഗൻവാടി ജീവനക്കാരും വർക്കർമാരുമാണ് ഏറ്റവും താഴെത്തട്ടിൽ പരിശീലനം നേടുന്നവർ. പരിശീലനം പൂർത്തിയായ ശേഷമേ മെനു നടപ്പാക്കൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ. ബിരിയാണിക്കായി ഉപയോഗിക്കുന്നത് സാധാരണ ബിരിയാണി അരിയല്ല, കേന്ദ്രം അനുവദിക്കുന്ന ഫോർട്ടിഫൈഡ് അരിയാണ്. കിലോയ്ക്ക് 3 രൂപ നിരക്കിലാണിത് ലഭിക്കുന്നത്. ഗോതമ്പും ഇതേ നിരക്കിൽ അംഗൻവാടികൾക്ക് നൽകുന്നുണ്ട്.